ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ രാത്രി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലുണ്ട്, കുഞ്ഞമ്മ താമസിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പം ഇന്നലത്തെ സ്മൂത്തിയുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ ഇന്നലെ രാത്രി സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചായിരുന്നു. തണുത്തിട്ടാണ് കുടിച്ചത് കേട്ടോ. അപ്പം അതിന് പണി കിട്ടി. അങ്ങനെ ഞാൻ അതിന് തുളസി ഇല എടുക്കാൻ വേണ്ടി പോവാണ്. അവിടെയാണെങ്കിൽ രാത്രിയായിരുന്നു. അപ്പം കുഞ്ഞമ്മ ലൈറ്റൊക്കെ ഇട്ട് തന്നായിരുന്നു. അപ്പം ഈ മണ്ണൊക്കെ ഉണ്ട് കണ്ടോ, കിളിയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് തുളസി ഇലയൊക്കെ പറിച്ച് വീട്ടിനകത്തോട്ട് വന്നായിരുന്നു. എൻ്റെ വീട്ടിൽ കുറച്ച് പനിക്കൂർക്ക ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ അതിനിടയിൽ നുള്ളിപ്പറക്കി എടുക്കാണ്. അതും കൂടി എടുത്ത് വീട്ടിലോട്ട് പോയിട്ടോ. അവിടെ എൻ്റെ മുല്ലയാണെങ്കിൽ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇത്ര എടുത്ത് വീട്ടിനകത്തോട്ട് കയറി. അതിനുശേഷം ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ തൊണ്ടവേദന കാരണം കരിപ്പെട്ടി വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഈ ചുക്ക് കരിപ്പെട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മാർജിൻ ഫ്രീ പോയിട്ട് ഇത് വാങ്ങിയിട്ടാണ് വന്നത്. അപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് വാങ്ങിയിട്ട് വന്നത്. നല്ല മഴയൊക്കെ ആയിരുന്നു, എന്നിട്ടും വിട്ടില്ല, വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഞാനിങ്ങനെ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലോട്ട് ഇതിലൊരു 4 എണ്ണം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൊരു 7 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് കുറച്ചല്ല, കുറച്ച് കൂടുതലാണ് എടുത്തത്. നല്ല എരിവ് വേണം കേട്ടോ. എരിവ് ഉണ്ടെങ്കിലേ അത് കുടിച്ചിട്ട് ഫലമുള്ളൂ. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് ചതയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി അത് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഇത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഈ കുരുമുളകും എരിവും ചൂടുമായിട്ട് കുടിക്കാനായിട്ട് ഇത് പ്രത്യേക ടേസ്റ്റാണ്. ഞാനപ്പം പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്കയ്ക്ക് നല്ല മണപ്പിച്ച് നോക്കിയിട്ടായിട്ടുണ്ട്. അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തുളസി ഇലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടില്ലേ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം തിളപ്പിച്ചായിരുന്നു. അപ്പം 2 ഗ്ലാസ് വെള്ളം വെച്ചത് വറ്റി 1 ഗ്ലാസ് വരെ തിളപ്പിച്ചിട്ടാണ് ഞാൻ കുടിക്കാനായിട്ട് എടുത്തത് കേട്ടോ. അത് കുടിക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ നോർമൽ കാപ്പി കുടിക്കുന്ന ടേസ്റ്റ് അല്ല. ചുക്ക് കാപ്പിക്ക് അറിയാലോ, വേറെ ടേസ്റ്റ് ആണ്. നല്ല എരിവും കൂടിയുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനത് കുടിക്കുമ്പോഴേക്കും എൻ്റെ ഫേസിൽ തന്നെ ആ ഒരു എക്സ്പ്രഷൻ അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുടിക്കുമ്പോഴേക്കും നല്ല എരിവും ചൂടും ഒക്കെ ആയിട്ട് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. തൊണ്ടയ്ക്കുള്ള ആശ്വാസം മുഖത്ത് അറിയാൻ പറ്റും. അപ്പൊ ശരി കേട്ടോ, നാളെ ജലദോഷമായിട്ട് കാണാമേ. മൂക്കൊക്കെ ഒരു അല്ലാതെ ഗിറിറിപ്പൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.